നമസ്കാരം. ഇന്ന് നമ്മുടെ 112ാമത്തെ എപ്പിസോഡാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു സിംസൺ എന്ന ഗോലിയാത്തിൻ്റെയും ഒരു 3 ആട്ടും കുഞ്ഞുങ്ങളെ വളർത്തിയ ഒരു ദാവീദിൻ്റെയും കഥ പറയാമെന്ന്. അത് എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തു, ഷൂട്ട് ചെയ്തു. കാരണം എൻ്റെ അടുത്ത ഒരു വർക്കിൻ്റെ ഒരു കഥയാണത്. ഞാൻ അഭിനവ കാലത്തത് ചെയ്യുന്നു എന്നേ ഉള്ളൂ. പക്ഷേ എങ്കിലും ആ ഗോലിയാത്തിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ പിതൃപാരമ്പര്യമില്ലാത്ത ഉന്തിയ പല്ലുള്ള വായ്നാറ്റമുള്ള ഒരു രാക്ഷസനാണ് അത് എന്നും ആ ഗോലിയാത്തിന് അങ്ങനെ ഒരു പാരമ്പര്യമാണെന്നും ദാവീദിന് പാരമ്പര്യമുണ്ടെന്നും ഒരു രാജവംശത്തിൻ്റെ പാരമ്പര്യം ആ കുഞ്ഞ് ദാവീദിനുണ്ടെന്നും ആ ദാവീദ് ചെറിയ കല്ലുകൾ പെറുക്കി തെറ്റാലിയിൽ വെക്കാനായിട്ട് 3-4 വർഷമായി സ്വരുക്കൂട്ടുകയാണെന്നും ഉള്ളത് ആണ് ആ കഥയുടെ ഒരു തീമാണ്. ഞാനതിപ്പോൾ പറയുന്നുള്ളൂ. അതുകൊണ്ടും ഈ പാരമ്പര്യത്തിൻ്റെ ഈ വ്യത്യാസം കൊണ്ട് ഇപ്പോൾ അത് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും, കാരണം ഈ ദാവീദെന്നും പറഞ്ഞ് ആ പയ്യൻ്റെ പിതാവ് ഒരു കഞ്ഞിക്കുഴി എന്ന ഒരു സ്ഥലത്തെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ആദ്യത്തെ നാടുവാഴിയായിരുന്നെന്നും ആ പാരമ്പര്യം ഇന്നും അവരുടെ തലമുറ തുടരുന്നത് കൊണ്ടും ആ പിതൃത്വം കാക്കുന്നത് കൊണ്ടും ഇന്ന് ആ എപ്പിസോഡ് പോസ്റ്റ് ചെയ്യുന്നില്ല. ഷൂട്ടൊക്കെ കഴിഞ്ഞു, ഷൂട്ട് ചെയ്തു, സ്ക്രിപ്റ്റെല്ലാം കംപ്ലീറ്റ് ആയൊരു സംഭവത്തിൻ്റെ കഥയായിട്ട് എനിക്ക് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ലല്ലോ. അത് ആദ്യമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ തീം ഒന്ന് പറയാം. 5 നാദയും ഉള്ള കുടുംബത്തിൽ 26 കൊല്ലത്തെ 3 ആട്ടുകുട്ടികളെ വളർത്തിയ 5 വഴിക്കാക്കിയതിൻ്റെ കഥയാണത്. ആ പഴയ ദാവീദിനെ പോലെ തെറ്റാലി കൊല്ലുകയല്ല ലക്ഷ്യം, കൊന്നാൽ രക്ഷപ്പെട്ടില്ലേ. കൊല്ലാതെ ജീവിപ്പിക്കുക എന്നറിയില്ലേ, അത് മരണത്തോളം ജീവിക്കുക എന്ന് ദാവീദ് അനുഭവിച്ച അവസ്ഥ. അത് ഞാനെല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അത് ഭിക്ഷക്കാരനാക്കി ഭിക്ഷ കൊടുക്കുന്നതിൻ്റെ സുഖം അറിയാവോ? അതാ ദാവീദ് അനുഭവിച്ചിട്ടുണ്ട്. ആ ദാവീദിൻ്റെ ഒരു വികലാംഗ ഒരു ആടുണ്ടായിരുന്നു, ആട്ടിൻകുട്ടി. ആ സ്നേഹം നഷ്ടപ്പെട്ട ദാവീദിൻ്റെ അവസ്ഥ അറിയാവോ? അത് പിതൃത്വമുള്ളവനോടും ബുദ്ധിയുള്ളവനോടും ഗോലിയാത്ത് എതിർക്കുമ്പം ഒന്നെങ്കിൽ അത് ചെയ്യുക, ഇല്ലെങ്കിൽ അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. പതിവില്ലാതെ എനിക്കിന്നൊരു സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് അത് പൈസയാണ് കേട്ടോ ഒരു സ്റ്റാർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എനിക്ക് ഇതിനകത്തെല്ലാം തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഓൺലൈനിൽ ഈ എപ്പിസോഡ് പ്രതീക്ഷിച്ചിരിക്കുന്ന 450ഓളം പേര് പതിവില്ലാതെ ഉണ്ട് ഈ എപ്പിസോഡ്.